Greetings from Kindergarten and Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എന്തിനു വേണ്ടിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. വായിക്കാം. പിന്നെ യേശു മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബൊവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമാസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂദ എന്നിവരെ തന്നെ. The Gospel according to Saint Mark, chapter 3, verses 13 to 19. Jesus went up into the hills and called to him those he wanted, and they came to him. He appointed 12, designating them apostles, that they might be with him, and that he might send them out to preach and to have authority to drive out demons. These are the 12 he appointed: Simon, to whom he gave the name Peter, James, son of Zebedee, and his brother John. To them he gave the name Boanerges, which means sons of thunder. Andrew, Philip, Bartholomew, Matthew, Thomas, James, son of Alphaeus, Thaddeus, Simon the Zealot, and Judas Iscariot, who betrayed him. ഈ ശിഷ്യന്മാരെ എന്തിനാണ് യേശു തിരഞ്ഞെടുത്തത്? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം നൽകേണ്ടതിനും. യേശുവിൻ്റെ അനേകം ശിഷ്യഗണങ്ങളിൽ ഏറ്റവും അടുത്ത 12 പേരായിരുന്നു ഈ പേർ പറയപ്പെട്ടവർ. എപ്പോഴും തന്നോടുകൂടെ ഇരിക്കേണ്ടതിന്. എന്തിനാണ് യേശു അങ്ങനെ അവരെ പറ്റി ഉദ്ദേശിച്ചത്? യേശു ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കുവാൻ തന്നോടൊപ്പമുള്ള ആ ഇരിപ്പ് അവരെ സഹായിച്ചിരുന്നു. യേശു ക്രിസ്തു എന്തെല്ലാമാണ് പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ വായ്മൊഴികൾ കേൾക്കുവാൻ, യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് പഠിക്കുവാൻ, യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്, അവൻ്റെ ജീവിതചര്യകൾ, അവൻ്റെ സ്വഭാവം, അവൻ്റെ പെരുമാറ്റം, എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നത്, അവരെ സഹായിക്കുന്നത്, അവരുടെ ആവശ്യങ്ങളിൽ അവരോട് താതാത്മ്യപ്പെട്ട് അതിന് നിവൃത്തി വരുത്തുന്നത്, ഇതെല്ലാം കണ്ടു പഠിക്കുവാനാണ് യേശു അവരെ തൻ്റെ കൂടെ ആക്കിയിരുന്നത്. മാത്രവുമല്ല, തൻ്റെ സ്വർഗാരോഹണ ശേഷം തൻ്റെ വേല ഈ ഭൂമിയിൽ തുടരണം. അത് യേശു അവരെ പറ്റി ആഗ്രഹിച്ചിരുന്നു. സുവിശേഷം പ്രസംഗിക്കണം. ഭൂതങ്ങളെ പുറത്താക്കുവാൻ അവർക്ക് അധികാരം വേണം. യേശു എങ്ങനെയായിരുന്നു
ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രവർത്തിച്ചത്. ഭൂതങ്ങളുടെ മേലുള്ള അവൻ്റെ അധികാരം ഇവർ മനസ്സിലാക്കി. ഈ അധികാരം തൻ്റെ ശിഷ്യന്മാർക്കും വേണം. തന്നോടുകൂടെ സഞ്ചരിക്കയിൽ ഈ ശിഷ്യന്മാർ ഇതെല്ലാം യേശുവിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ഈ ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുക്കുകയാണ്. ചിലർക്ക് അവൻ നിക് നെയിംസ് ഇട്ടു, ഇരട്ടപ്പേരുകൾ. ശീമോന് യേശു പെട്രോസ് എന്ന പേരിട്ടു. ഇടിമക്കൾ എന്ന് സെബദിയുടെ പുത്രന്മാരായ യാക്കോബിനും യോഹന്നാനും പേരിട്ടു. അതിന് യേശുവിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ഇവരുടെ സ്വഭാവങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ യേശു അവരെ അത്തരം പേരുകൾ നൽകി വിളിച്ചിരുന്നു. അങ്ങനെയായിരുന്നു അവരെ സംബോധന ചെയ്തിരുന്നത്. അത് മറ്റുള്ളവരും മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പേരുകൾ യേശു കൊടുത്തത് എന്ന്. ആ ശിഷ്യന്മാരിൽ ഓരോരുത്തരെയും യേശു വ്യക്തിപരമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ജീസസ് ചോസ് ദം, ജീസസ് സെലക്റ്റഡ് ദം. അത് യേശുവിൻ്റെ ചോയ്സായിരുന്നു. അവരവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ അവർ എത്രമാത്രം കാര്യപ്രാപ്തിയുള്ളവരായിരുന്നു, കാര്യപ്രാപ്തി ഇല്ലാത്തവരായിരുന്നു, അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ എത്രമാത്രം കഴിവുള്ളവരായിരുന്നു, കഴിവ് കെട്ടവരായിരുന്നു, അവരുടെ സ്വഭാവം എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു, വിചിത്രമായിരുന്നു, ഇതെല്ലാം യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും പ്രശംസിച്ചുകൊണ്ട് യേശു അവരെ വിളിച്ചിരുന്നു ബൊവനേർഗേസ്. ഇതൊരു അറമൈക് വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം സൺസ് ഓഫ് റേജ് അഥവാ സൺസ് ഓഫ് തണ്ടർ എന്നാണ്. ഇടിമക്കൾ. അവർ ചൂടന്മാരായിരുന്നു. ദേ വെയർ ഫിയേഴ്സ്ലി ലോയൽ. യേശുവിനോട് അത്രമാത്രം വിശ്വസ്തരായിരുന്നു അവർ. യേശുവിനെ അവർ ഏറ്റവും അധികമായി സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ശമരിപട്ടണ നിവാസികൾ യേശുവിനെയും ശിഷ്യന്മാരെയും അതുവഴി കടന്നു പോകുവാൻ അനുവദിക്കാതിരുന്നപ്പോൾ ഇവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ആകാശത്തിൽ നിന്ന് തീ ഇറക്കിയതുപോലെ അവരുടെ മേൽ തീ ഇറക്കണമേ എന്ന്. These two brothers have the destructive zeal of a thunderstorm. ശിമോനെ പറ്റി പറയുകയാണെങ്കിൽ ഞാങ്ങണ പോലെ ആടി ഉലയുന്ന സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു. യേശു അവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവനെ വിളിച്ചു, പെട്രോസ്, നിന്റെ ജീവിതത്തിൽ നീ പാറക്കല്ല് പോലെ ഉറപ്പുള്ളവനായിരിക്കുക. ഈ വിളിയിൽ പത്രോസിന് ഒരു ഉത്തേജനമാണ് ലഭിച്ചത്, ധൈര്യമാണ് ലഭിച്ചത്. അങ്ങനെ ശിഷ്യന്മാരെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും എല്ലാം യേശുവിൻ്റെ കൂടെ നിർത്തി. അവർ ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷവുമായി ലോകമെമ്പാടും പോകേണ്ടവരാണ്. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 18 ആണ്. യേശു പത്രോസിനോട് പറഞ്ഞ കാര്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. And I tell you that you are Petros, and on this Petra I will build my church, and the gates of Hades will not overcome it. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പ്രാപ്തരാക്കിയതിൻ്റെ ഉദ്ദേശം താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതിനാണ്. അതിനായി തൻ്റെ ശിഷ്യന്മാർ ആദ്യം അറിയണം താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന്. യേശു അവരോട് ചോദിക്കുന്നു,
നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. St. Matthew chapter 16 verses 13 to 19. When Jesus came to the region of Caesarea Philippi, he asked his disciples, "Who do people say the Son of Man is?" They replied, "Some say John the Baptist, others say Elijah, and still others Jeremiah or one of the prophets." "But what about you?" he asked. "Who do you say I am?" Simon Peter answered, "You are the Christ, the Son of the living God." Jesus replied, "Blessed are you, Simon the son of Jonah, for this was not revealed to you by man, but by my Father in heaven. And I tell you that you are Petros, and on this Petra I will build my church, and the gates of Hades will not overcome it. I will give you the keys of the kingdom of heaven. Whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven." "Who do you think I am?" അതായിരുന്നു യേശുവിൻ്റെ ചോദ്യം. താൻ എത്രമാത്രം പോപ്പുലറാണ്, ജനസമ്മതനാണ് എന്നല്ല യേശുവിന് അറിയേണ്ടിയിരുന്നത്. ജീസസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ആൻ ഒപ്പീനിയൻ പോൾ, പോപ്പുലാരിറ്റി പോൾ. യേശുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം സ്വർഗസ്ഥനായ പിതാവ് പത്രോസിൽ കൂടെ ശിഷ്യഗണങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുത്തുന്നു. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. യേശു ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ തന്നെപ്പറ്റി മനുഷ്യപുത്രൻ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ദൈവപുത്രനായ താൻ തന്നെയാണ് മനുഷ്യപുത്രനായി ഭൂമിയിൽ സഞ്ചരിക്കുന്നത് എന്ന് ലോകമറിയണമെന്ന് യേശു ആഗ്രഹിച്ചു. ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായി. എന്തിനായിരുന്നു? മാനവരാശിയുടെ രക്ഷയ്ക്കായി. മർത്യകുലത്തിൻ്റെ പാപവും ശാപവും രോഗവുമെല്ലാം തന്മേലേറ്റെടുത്ത് അവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി യാഗമായി നമുക്ക് പാപമോചനം നൽകി, പുത്രത്വം നൽകി, നിത്യജീവൻ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി. യേശു ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ താൻ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ താൻ ദൈവപുത്രനെന്ന് പറയുന്നതിൽ നിന്നും പിശാചുക്കളെയും ശിഷ്യന്മാരെയും ഒക്കെ വിലക്കിയിരുന്നു. ഇതാരോടും പറയരുത്. എന്തായിരുന്നു കാരണം? അന്ന് യേശു യാഗമായിരുന്നില്ല, തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരുന്നില്ല.
At the appropriate time, he revealed it. ഈ വചനഭാഗത്ത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഒരുവന് സ്വർഗരാജ്യ പ്രവേശനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? പാപത്തിൽ തുടരുന്ന ഒരുവന് സ്വർഗരാജ്യം അപ്രാപ്യമാണ്. യേശുക്രിസ്തു പാപപരിഹാരകനാണ്, പുത്രത്വം നൽകുന്നവനാണ്, നിത്യജീവൻ നൽകുന്നവനാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് എന്ന് ഒരുവൻ വിശ്വസിച്ചാൽ ആ യേശുക്രിസ്തുവിനെ തൻ്റെ ദൈവവും കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. ഈ രാജ്യത്തിന് ഒരു രാജാവുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ രാജാവിൻ്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് എത്തിക്സ് ഓഫ് ദ കിങ് ഒരുവൻ ജീവിച്ചാൽ ഈ രാജ്യത്തിന് നിയമങ്ങളുണ്ട്, കിങ്ഡം പ്രിൻസിപ്പിൾസ്. അതനുസരിച്ച് ഒരുവൻ ജീവിച്ചാൽ അവന് സ്വർഗരാജ്യം പ്രാപ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരെ ശാസിക്കുവാനും തിരുത്തുവാനും ഗുണദോഷിക്കുവാനുമുള്ള അധികാരങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നു. അതോറിറ്റി ഓഫ് ബൈൻഡിങ് ആൻഡ് ലൂസിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം, സഭയുടെ അച്ചടക്കം, ഇതെല്ലാം ഉൾപ്പെടുന്നു. ഈ അധികാരങ്ങളെല്ലാം ശിഷ്യന്മാർ പ്രയോഗിക്കുന്നത് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ചാണ്. ഇതെല്ലാം ചേരുന്നതാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഈ താക്കോലുകളെപ്പറ്റി എങ്ങനെയാണ് ജനം അറിയുന്നത്? ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് ജനം ഇത് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഉദാഹരണമായി ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ സെയിൻറ്റ് മാത്യു ചാപ്റ്റേഴ്സ് 5, 6 and 7 നമുക്ക് കാണുവാൻ കഴിയും. യേശു മെനഞ്ഞെടുത്ത ശിഷ്യന്മാർ ഇന്നില്ല. എന്നാൽ തിരുവെഴുത്തുകളിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ യേശുക്രിസ്തു നമുക്ക് ലഭ്യമാക്കിയിരിക്കുമ്പോൾ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നമ്മുടെ യേശു എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ നമുക്കിടയാകണം. പ്രിയ സഹോദരങ്ങളെ, ജനങ്ങൾ നമ്മെപ്പറ്റി എന്തു പറയുന്നു എന്നതിലാകരുത്, മറിച്ച് നമ്മുടെ യേശുവിനെപ്പറ്റി ജനങ്ങൾ എന്തു മനസ്സിലാക്കുന്നു എന്നതിലാകട്ടെ നമ്മുടെ ഉത്കണ്ഠ. യേശുവിനോട് പറ്റിച്ചേർന്നുള്ള ജീവിതത്തിൽ കൂടെ മാത്രമേ സുവിശേഷം പ്രസംഗിക്കുവാൻ നാം പ്രാപ്തരാകുകയുള്ളൂ. സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ അപ്പോഴാണ് നമുക്ക് കഴിയുന്നത്. നമുക്ക് ഈ യേശുവിന് വേണ്ടി നിൽക്കാം. സ്റ്റാൻഡ് അപ്പ് ഫോർ ജീസസ്, യു സോൾജിയേഴ്സ് ഓഫ് ദ ക്രോസ്. Stand up for Jesus, ye soldiers of the cross. Lift high his royal banner, it must not suffer loss. From victory unto victory, his army shall he till every foe is vanquished, and Christ is Lord indeed. Stand up for Jesus, the trumpet call obey, for to the mighty conflict in this his glorious day.
with danger, on strength to strength oppose. Stand up for Jesus, stand in His strength alone. The arm of flesh will fail you, ye dare not trust your own. Put on the gospel armor, on watching unto prayer, where duty calls or danger, be never wanting there. Stand up for Jesus, the strife will not be long. This day the noise of battle, the next the victor's song. To everyone who conquers, a crown of life shall be. We with the King of glory shall reign in